നമസ്കാരം. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി മീഡിയാസ് വഴി ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പാർട്ടി പ്രവർത്തകർ. ഇതിനകത്ത് പാർട്ടിയല്ല വേണ്ടത്, മനുഷ്യത്വമാണ്. മനുഷ്യത്വം. കാരണം ഈ കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ വലിയൊരു ദുരന്തം നമ്മുടെ കൺമുന്നിലൂടെ ഇപ്പോഴും സങ്കടങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ആ ഒരു ചെറിയൊരു ഉരുൾപൊട്ടലാണ് അത്തരം ജനങ്ങൾ ജീവൻ അപഹരിച്ചത്. തീർച്ചയായിട്ടും അതൊരു വലിയ ദുരന്തം തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാം എങ്ങാൻ പൊട്ടിയാലുണ്ടാകുന്ന ഒരു ദുരന്തം 4-3 ജില്ലകൾ ഒറ്റയടിക്ക് അടിച്ചു പോകും. തീർച്ചയായിട്ടും ഇതിനകത്ത് പാർട്ടി ബേസ് ആയിട്ട് യാതൊന്നും ഒരുപാട് ചർച്ചകളും നടത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല. ഞങ്ങൾ അങ്ങനെയും നിങ്ങൾ എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സമയം കളയല്ലേ വേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പ്ലാനിങ് നടത്തണം. അല്ലാതെ ഇങ്ങനെ കുറെ ഡയലോഗുകൾ ഒരുപാട് മീഡിയാസിൽ വന്നിട്ട് അതാണ് ഇതാണ് കാരണങ്ങൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് നിലവിൽ വരുത്താനുള്ള ശ്രമം നടത്തണം. വെറുതെ വന്നിട്ട് അതങ്ങനെയാണ് ഇത്ര വർഷമായി. ശരിക്കും പറഞ്ഞ ഒരു 50-60 വർഷത്തിന്റെ ഒരു കാലാവധിയുള്ള ആ ഒരു ഡാമിന് അതൊക്കെ കവർ ചെയ്തിപ്പോൾ 125 വർഷത്തിന് മേലെയായി. തീർച്ചയായിട്ടും ഞാനടക്കമുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദുരന്തമാണ് കാത്തിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ മെയിൻ്റനൻസ് അല്ല ഇനി ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പുതുക്കി പണിയുക തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ ജില്ലകളെയും ഈ പറയുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു ഡാം പുതുക്കി പണിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എടുക്കുന്നതിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 100-ൽ 25%, വെറും 25% മാത്രം ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിപ്പോഴെങ്കിലും പൊട്ടൂല, ഇനിയും ഒരു 19 വർഷം ഈ പറഞ്ഞ തൻ്റെയൊക്കെ ഈ പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊട്ടുള്ളൂ. ഇത് നിസ്സാരമായിട്ടാണ് പറയണമെന്നല്ലോ. ഇതൊരു നിസ്സാരം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ വയനാടാണ് നടക്കുന്നത് ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത്. അവ ചെറിയൊരു ഉരുൾപൊട്ടലിൽ അത്രയും ജീവൻ അപഹരിച്ചിട്ടുണ്ട്. ആ ഒരു സംഗതി മുൻപിലൂടെ കണ്ട് നോക്കി നിന്ന് കാണുന്ന സമയം, ആ ഒരു സെക്കൻഡുകളടക്കം തന്നെ ചാനലുകളിൽ ആ ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആളുകളുടെ ഒരവയവങ്ങൾ സെപ്പറേറ്റ് കിട്ടിയെന്നും പറഞ്ഞു. അതും കണ്ടു നിൽക്കുന്ന ആ നിമിഷത്തിലാണ് ഇമാതിരി വിഡ്ഢിത്തരം പുലമ്പുന്നത്. ഇപ്പം എങ്ങും സംഭവിക്കൂല, ഇപ്പം എങ്ങും മുല്ലപ്പെരിയാർ പൊട്ടില്ല, വെറുതെ മെയിൻ്റെനൻസ് ചെയ്താൽ പോരെ. അങ്ങനെയൊക്കെയാണോ പറയണത്? എന്താണത്? എന്ത് സമൂഹമാണ് നമ്മുടെ? ഒരു ഉത്തരവാദിത്തം വേണ്ട, ഉത്തരവാദിത്തം. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്, ആ ഒരു ഉത്തരവാദിത്തക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു സംഗതിക്ക് ഒരു പുതിയൊരു ഡാമായിട്ട് മാറ്റം വരുത്താനുള്ള കുറവുകൾ കാണുന്നത്. തീർച്ചയായിട്ടും എൻ്റെ സമൂഹത്തിലൂടെ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോൾ കണ്ടതും കേട്ട വാക്കുകളുമാണ്. ഇനി ഇത് ഒരുപാട് കാലം നിൽക്കും, മെയിൻ്റനൻസ് മതിയല്ല, ഇതിപ്പോൾ ഇങ്ങ് പൊട്ടൂലല്ല. അതിൽ വെറും 25% മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു 25% ജനങ്ങളാണ് ഈ ഒരു തരത്തിലാക്കിയിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്കറിയില്ല. അത് ഈ പാർട്ടിക്കാരുടെ പേര് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് എന്നാൽ ഈ പറയുന്ന 25% ആളും കൂടി കൂടിയാലും മാത്രമേ, അത് 75% ആൾക്കാർ ഓക്കെയാണ്, ഞങ്ങൾക്കത് വേണം, കാരണം മെയിൻ്റനൻസ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്, അത് പുതുക്കി പണിയണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 25% ജനങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാനുള്ള സാധ്യതകൾ വർദ്ധിക്കുള്ളൂ. തീർച്ചയായിട്ടും തമിഴ്നാടിനെ ഒത്തിരി ആളുകൾ കുറ്റം പറയുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ വീഡിയോസ് എടുക്കാൻ ചെന്നപ്പോൾ ഒത്തിരി ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ തമിഴ്നാടാണ് ഇത് സമ്മതിക്കാത്തെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ കേരളീയർ എന്നാൽ പാകിസ്ഥാൻകാരാണോ? പാകിസ്ഥാനിലാണോ കിടക്കണേ? ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ അകത്തല്ലേ എൻ്റെ കേരളം, നമ്മുടെ കേരളം കിടക്കണത്? എന്തുകൊണ്ട് പ്രതികരിച്ചൂടാ? അല്ലാതെ കുറെ ചർച്ചകൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. വെറുതെ വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പിന്നെ അതിന് മെയിൻ്റെനൻസ് ചെയ്താലേ ശരിയാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒരു പൊട്ടൽ പൊട്ടിക്കഴിഞ്ഞാൽ 4 ജില്ലകൾ അടിച്ചോവും, ലക്ഷം ജീവനുകൾ അപഹരിക്കുക തന്നെ ചെയ്യും. അത് ഏത് രാത്രി, ഏത് പകൽ, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ചെയ്യേണ്ടത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാനുള്ള എന്ത് പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അതിന് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അത് ഇങ്ങനെയാക്കി മാറും, അങ്ങനെയാവും, ആവോ എന്നൊക്കെ ചോദിച്ചിരുന്ന സമയങ്ങളാണേലും ഭേദം ഡയറക്റ്റ്ലി പോയി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്.
ആ ഒരു പ്ലാനിങ്ങിലേക്ക് കടക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ഒരുപാട് മീഡിയകളിൽ ഇപ്പം ദിവസവും ദിനം പ്രതി എല്ലാ ദിവസങ്ങളും വന്നിട്ട് ഓരോരുത്തർ വന്ന് പാർട്ടിക്കാരൊന്ന് അത് ചർച്ച ചെയ്യും ഇത് ചർച്ച ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പരിപാടിയാണ്. ഇത് ഏതൊരു ജനത്തിനും അറിയാം, ഏതൊരു മനുഷ്യനും നേരിട്ട് ഡയറക്റ്റ്ലി ഈ ഒരു ന്യൂസ് കണ്ടാൽ അറിയാം മുല്ലപ്പെരിയാറിന്റെ ഡാമേജ് എന്തായിട്ടുണ്ട്, ഏത് ലെവൽ വരെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് അത് ഈ പാർട്ടിക്കാരോ മറ്റുള്ളവരോ വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട, അല്ലെങ്കിൽ മീഡിയകളിൽ വന്നിട്ട് കുറച്ച് ചർച്ച നടത്തിയിട്ട് വേണ്ട. അപ്പോൾ ഒരു പാർട്ടിനെയും നമ്മളെ കുറ്റം പറഞ്ഞില്ല, ഒരു പാർട്ടിനെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു വലിയ ദുരന്തം വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിന് പ്രവർത്തിച്ച് കാണിക്കുക. അല്ലാതെ മീഡിയകൾ വന്ന് കുറെ കവർ ചെയ്ത് അവരുടെ ഫേസ് കാണിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതിന് മെയിൻ്റെനൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം ജനങ്ങളുടെ ഒരു ജീവന് ഭീഷണിയാണ് ഇപ്പോൾ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ലോകം മലയാളികളുടെ അടക്കം അഭിപ്രായമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും വേറെ 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 അല്ല, എല്ലാവരും ഇന്ത്യക്കാരാ. അപ്പം ആ ഒരു പ്രാധാന്യം കാണിക്കണം. അപ്പം ഇതൊരു അപേക്ഷയായിട്ട് എടുക്കണം. എത്ര ദുരന്തങ്ങൾ വന്നു പോയി, അതാദ്യം തന്നെ നേരിൽ കണ്ടതല്ലേ. നേരിട്ട് നമ്മൾ അനുഭവത്തിലൂടെ പ്രളയം വന്നുപോയി, ഉരുൾപൊട്ടൽ വന്നുപോയി. തീർച്ചയായിട്ടും എത്ര ദുരന്തങ്ങൾ, എത്ര ജീവനുകൾ അപഹരിച്ചു. ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം ഒരുമിച്ച് കൂടിയത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ജീവൻ പോയവന്റെ പോയില്ലേ, അവന്റെ കുടുംബത്തിന് നഷ്ടം വന്നില്ലേ. അപ്പൊ ഇനി വരാനിരിക്കുന്ന ദുരന്തം ഓൾറെഡി നമുക്ക് നേരെ കാണിച്ചിരിക്കുകയാണ്. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ഡാം. അപ്പൊ ഇനിയും ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ പോലെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്കുണ്ടാവുന്ന ദുരന്തം അതിനും വലുതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു ഡാമിന്റെ പുതുക്കി പണിയലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ കുറെ ആളുകൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞവനൊക്കെ വായിൽ പഴം വെക്കേണ്ട സമയമായി. എപ്പോൾ നോക്കിയാലും മെയിൻ്റെനൻസ്, അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി, ഒട്ടിച്ചാൽ മതി, ചോറും പശു വെച്ച് ഒട്ടിച്ചാൽ മതി അല്ലത്. ഇത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പൊ ഓരോ ജനങ്ങളുടെ മനസ്സിലും സങ്കടവും വിഷമവും വേദനയും, അച്ഛനമ്മ സഹോദരങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടക്കടലിൽ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇമാതിരി വീഡിയോസ് ഒക്കെ ഇറക്കിയിട്ട് മുല്ലപ്പെരിയാറിന് മെയിൻ്റെനൻസ് മതി എന്നൊക്കെ പറഞ്ഞ വായത്തള്ളുണ്ടല്ലോ, അതങ്ങടെ അവസാനിപ്പിക്കും. ആ ഒരു വലിയ ദുരന്തം ഇനി വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുക തന്നെ വേണം. അത് ഈ ഒരു തലമുറയ്ക്ക് മാത്രമല്ല, വർഷങ്ങളോളം നിലനിൽക്കാവുന്ന രീതിയിലായിരിക്കണം ഇനി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ഡാം പുതുക്കി പണിയേണ്ടത്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാനാണെങ്കിലും മോശം അഭിപ്രായം പറയാനാണെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.